ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഷുഗർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹാരം ഉണ്ടാക്കുന്ന ടൈപ്പാണ് ഇത് കുറച്ച് ഉലുവ കിളിപ്പിച്ചതാണ്. ഉലുവ കിളിപ്പിച്ചത് സ്വല്പം എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നു. ഇത് ഉലുവ ഞാൻ കിളിപ്പിച്ച് വെച്ചിരുന്നു. അതിൻ്റെ ഇലയാണിത്, ഉലുവ ഇല കിളിപ്പിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ അതിനെ ചതയ്ക്കാനായിട്ട് തേങ്ങ ചതച്ചിട്ട് തേങ്ങയും ചുവന്നുള്ളിയും ജീരകവും മഞ്ഞളും ഒരു പച്ചമുളകും ഇത് മിക്സിയിൽ ചതച്ചെടുത്തതും പിന്നെ കുറച്ച് ഉള്ളി വഴറ്റാനായിട്ട് കുത്തി അരിഞ്ഞത് ഉള്ളിയും ഇത്രയൊക്കെ സാധനങ്ങൾ മതി. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കാണിച്ചു തരാം. അപ്പോൾ ചീനിച്ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കിന് ഒരു പാട്ടിൽ തുടങ്ങാം നമുക്ക്. സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പിന്തുണയാവുന്നു ജീവിതം, അതു ജീവിതം. ലാ 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 ലാ. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു. സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഉള്ളി വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ പാട്ടറിയാവുന്നവരെല്ലാവരും എനിക്ക് കമൻസ് ഇടുക, പാട്ട് പാടുക. അങ്ങനെയാണ് നമ്മുടെ കിച്ചൺ. ഇത് നമ്മുടെ കിച്ചണാണ്, എല്ലാവർക്കും ഇതിൽ പങ്കുകൊള്ളാം. ഓക്കെ, അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി സ്വല്പം കടുകിടുകയാണ്. ഇടയ്ക്ക് ഈ പഞ്ചാബി ജോലി ചെയ്യുന്നുണ്ട്, കടുകെണ്ണ എന്നൊക്കെ വരും. അവിടെ ഞങ്ങൾ കൂടുതലും യൂസ് ചെയ്യുന്നത് കടുകെണ്ണയാണ്. വെളിച്ചെണ്ണയൊന്നും അവിടെ ഒന്നും കിട്ടാറില്ല. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെളിച്ചെണ്ണ നാട്ടിലെ കടയൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ വാങ്ങിക്കും. അതപ്പം അന്യായ വിലയുമായിരിക്കും സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ നമ്മൾ കടുവ് പൊട്ടി നമ്മൾ ഉള്ളി അങ്ങോട്ട് ചിലപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഷുഗർ ഡയബറ്റിക്സ് പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഇന്ന് പ്രത്യേകം തയ്യാറാക്കിയതാണിത്. ഉലുവ നമ്മൾ കുതിർത്തിട്ടത് കിളിപ്പിച്ചെടുക്കണം. അതിന് അടുത്ത പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം. ആ ഉലുവ കുതിർത്ത് കിളിപ്പിക്കുന്നത് എങ്ങനെയെന്ന് അടുത്ത പ്രാവശ്യം കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഓരോ ഡിഷുകൾ ഷുഗർ പേഷ്യൻറ്റിനും അവർക്കും അധികം മധുരമോ അധികം ഒത്തിരി വറുത്തതൊന്നും കഴിക്കാതെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം ഷുഗറിൻ്റെ ലെവൽ നമ്മൾ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടോ അതിനത് റീഡിങ് കാണിക്കുന്നുള്ള. ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചെന്ന് പറഞ്ഞാലും ചായ കുടിച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ റീഡിങ് കാണിക്കും. അപ്പോൾ അത് നല്ലതായിട്ട് കൺട്രോൾ ചെയ്ത് വേണം എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ അധികം ഷുഗർ ഇല്ലാതിരിക്കുകയല്ലേ ജീവിതത്തിൽ. നമുക്ക് അസുഖം പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നല്ല ഹെൽത്തി ഫുഡ് തയ്യാറാക്കി എല്ലാവരും കഴിക്കാനായിട്ട് നോക്കുക. അതുപോലെ പ്രഷറുള്ളവർ അധികം വെളിച്ചെണ്ണയോ വറുത്തതോ സാധനങ്ങൾ നമുക്കൊരു എല്ലാത്തിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ ഓരോ ആഹാരങ്ങൾ കഴിക്കാൻ. അത് നമ്മുടെ ആ കൊതിക്കും വേണ്ടി മാത്രം നമ്മൾ സ്വല്പം കഴിക്കുക. നമുക്കൊത്തിരി ഈ ഷുഗറുകാർ അനുഭവിക്കുന്ന കാലിൻ്റെ വേദന, കാലിൻ്റെ മരവിപ്പ്, നടക്കാൻ വയ്യാത്ത അവസ്ഥ ഒക്കെ വന്നിട്ട് ശൈലിയിലാവും. ഒരു ശകലം പോലും ഒരു തുമ്പ് വല്ലതും അത് കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അത് ഒരു മുറിവായിട്ട് പോകും.
പിന്നീട് ചിലരുടെയൊക്കെ കാലൊക്കെ മുറിച്ച് കളയാനായിട്ടും പറ്റും. മുറിച്ച് കളയാതെ ഗത്യന്തരമില്ലാത്ത അവസ്ഥയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളൊരു ശകലം സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ കഴിവതും അരിയാഹാരങ്ങൾ, അതിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളതുകൊണ്ട് അരിയാഹാരങ്ങൾ കഴിക്കാതിരിക്കുക. ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഒരു കോളിക്കകത്ത് ഉള്ള ചോറ് കഴിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം വെജിറ്റബിൾസ് കഴിക്കുക. അതുപോലെ വെള്ളം ധാരാളം കുടിക്കുക. ഇതിൽ നിന്നൊക്കെ വളരെ ശമനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകളെ ഞാനിപ്പം തയ്യാറാക്കുന്നത് സ്വല്പം ഷുഗർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇതിൽ വൈകിട്ട് 2 ചപ്പാത്തി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഈ തോരൻ്റെ കൂടെ കഴിക്കാം. അഥവാ അതല്ല എങ്കിൽ ഒരു കറിയായിട്ടാണെങ്കിലും ആ കറിക്കും ഷുഗറില്ലാതെ, ഉരുളക്കിഴങ്ങൊന്നും ഇല്ലാത്ത ഒരു കറി ഉണ്ടാക്കണത്. അത് കൂടുതലും വെള്ളരിക്ക, തക്കാളിക്ക ഇതൊക്കെ ഇട്ടൊരു കറിയൊക്കെ ഉണ്ടാക്കിയാൽ ഒരു തൊട്ടുകറി ഉണ്ടാക്കി കഴിക്കാം. അതല്ല എങ്കിൽ ഫിഷ് കറി, ഫിഷ് ആവശ്യത്തിനും ഉപയോഗിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫിഷ് കറിയാകാം, ചിക്കനാകാം, ഇതൊക്കെ ഷുഗറുകാർക്ക് നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഐറ്റംസ് വല്ലപ്പോഴുമൊക്കെ ഉണ്ടാക്കുക. വീട്ടിൽ തന്നെ ഇത് കുതിർത്തിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് കിളിക്കും. ആ കിളിപ്പായിട്ടുള്ളതും ഇങ്ങനെ തോരൻ വെക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ തോരനും ഒക്കെ റെഡിയാക്കി കഴിച്ച് നല്ല സുഖമായിട്ടിരിക്കണം. ഇതിൽ കമൻസ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമ്പോൾ പാട്ടറിയാവുന്ന 2 ലൈൻ പാട്ട് ഇടണം. എനിക്ക് പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. ഏത് അസുഖത്തിനെയും ഏത് ദുഃഖത്തിനെയും മാറ്റുന്ന ഒരു നല്ലൊരു പ്രതിവിധിയാണ്, ഒരു ഔഷധിയാണ് ഗാനമെന്ന് പറയുന്നല്ലേ. ഗാനം ഇഷ്ടപ്പെടാത്തവരാരും തന്നെ ഇല്ലല്ലോ. എല്ലാവർക്കും സംഗീതത്തിന് വളരെ ഇഷ്ടമുള്ളതാണ്. അത് ആരാണെങ്കിലും ഒരു മൂളിപ്പാട്ട് പാടാത്തവരില്ല എന്നല്ലേ പറയുന്നത്. ഒരു മൂളിപ്പാട്ട് പാടാത്തവരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പാട്ടിനെ അതുപോലെ ഇഷ്ടപ്പെടുന്നു. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, വലിയ പാചകക്കാരിയല്ല. അറിയാവുന്നതുപോലൊക്കെ എല്ലാം നിങ്ങൾക്കും എന്നിലുള്ള അറിവ് നിങ്ങളിലേക്കും പകർത്തുന്നു. അതൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിതിൻ്റെ ഇടയ്ക്കൊരു ഫ്ലീറ്റ് കുറച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു സ്വല്പം കരിയാപ്പിലൂടെ അങ്ങോട്ടിടുക. ഒത്തിരി മൂത്ത് കഴിഞ്ഞിട്ട് സ്വല്പം കരിയാപ്പില അങ്ങോട്ട് ഇട്ടേച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കിളന്ന് അങ്ങോട്ട് വാരിയിടുകയാണ്. ഈ ഉലുവയുടെ ഇല പ്രാവശ്യം നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് സ്വല്പമേ എടുത്തുള്ളൂ, അതേ ഉള്ളൂ. ഇനി അധികം ഉണ്ടാക്കി കാണിക്കണമെന്ന് പറഞ്ഞ് കമൻസ് ഇടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കാണിച്ചിരിക്കും. കമൻസ് ബോക്സിൽ പോയി നമുക്ക് ഉപ്പെടുത്തുണ്ട്. സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഉപ്പെടുക്കാനായിട്ട് മറന്നുപോയി, അതുകൊണ്ടാണ് ഉപ്പെടുക്കാൻ പോയത്. ഉപ്പെടുത്ത് വെച്ചിരുന്നില്ല. ഉപ്പെടുത്ത് ടിന്നിൽ തന്നെ ഇരിക്കുന്നതേ ഉള്ളായിരുന്നു, ഉപ്പെടുത്ത് വെച്ചിരുന്നില്ല. ഈ തെറുതിക്ക് മറന്നുപോയി. നമ്മൾ ഉപ്പും എല്ലാം കൂടെ ഒക്കെ ഇട്ടു ഇതിൽ. ഇനി നമ്മൾ ഈ തേങ്ങ ചതച്ച് വെച്ചത് അങ്ങോട്ട് ഇടുകയാണ്. തേങ്ങ ചതച്ചത് തേങ്ങ ചതച്ചത് സ്വല്പം അങ്ങോട്ട് ഇട്ടുകൊണ്ട്
ഒരു സ്വല്പം വെള്ളം നമ്മൾ ഈ തേങ്ങ ചതച്ച് വെക്കാനായിട്ട് എടുത്തു വെച്ച വെള്ളമാണ് സ്വല്പം അങ്ങോട്ട് ഒഴിക്കുക. ഒഴിച്ചിട്ട് ഇതിനെയാണ് തട്ടിപ്പൊത്തി വെക്കുക. ഒരു അടപ്പെടുത്ത് ഇതൊന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ. അടച്ച് ഒന്ന് വയ്ക്കുക. ഒരാവി അങ്ങോട്ടാകുമ്പോഴത്തേക്കിന് ഇത് പെട്ടെന്ന് വെന്ത് ശരിയാവും. ഇതിനധികം സമയമൊന്നും വേണ്ട ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഷുഗർ കൺട്രോളിൽ തന്നെ വരുത്താം. നമ്മുടെ അസുഖമല്ലേ നമ്മുടെ മുന്നിലായിട്ട് ചിലർ ഈ പ്രേജൊന്നും ചെയ്യാതെ തന്നെ ആഹാരമൊക്കെ കഴിച്ച് ഒരുപാട് ഷുഗറായിട്ട് നമ്മുടെ ജീവിതം തന്നെ മാറ്റി മറിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരിച്ചിരി ആഹാരത്തെ ശ്രദ്ധിച്ചാൽ നമുക്ക് ആർക്കും തന്നെ ഷുഗറിൽ നിന്ന് വിരമിക്കാം. ചിലർ ഇൻസുലിൻ കുത്തിവെക്കുന്നു, ചിലർക്ക് കാലിന് പ്രശ്നം, വ്രണങ്ങൾ, എത്രയോ നമ്മുടെ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ പേഷ്യൻസിനെ കാണുന്നു. നമുക്കതെല്ലാം സങ്കടമല്ലേ. എല്ലാവർക്കും ഒരു ദുഃഖം, മറ്റുള്ളവർക്ക് ഒരു ദുഃഖം വരുന്നത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ നിന്നെല്ലാം വിരമിക്കണമെങ്കിൽ നമ്മൾ ശരിക്കും പ്രേജ് ചെയ്യുക. വൈകിട്ട് ചപ്പാത്തി കഴിക്കുക, അതല്ല എങ്കിൽ ഓട്സ് കഴിക്കുക, ഒരു നേരം അരിയാഹാരം കഴിക്കുക. എല്ലാവരും തന്നെ, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഷുഗർ ഉള്ളവർ കേട്ടോ. ഷുഗർ ഇല്ലാത്തവർക്കും ഇങ്ങനത്തെ ഒക്കെ ആഹാരങ്ങൾ നല്ലതാണ്. കാരണം നമ്മൾ തനിയെ ഉണ്ടാക്കുന്ന ആഹാരങ്ങളാണ് ഏറ്റവും നല്ലത്. ഹോട്ടലിലെ ഒക്കെ എങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നതെന്നറിയത്തില്ല. ഒരു വൃത്തിയില്ലാത്തതായിരിക്കും, അഴുക്ക് വെള്ളമായിരിക്കും, ഒന്നും ഒരു ബിസിനസ്സാണല്ലോ. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ വെക്കുന്ന ശുദ്ധമായ ആഹാരം അങ്ങനെ കഴിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് അതൊന്നും വേണ്ട. ഹോട്ടലിൽ അവരെങ്ങനെ ഉണ്ടാക്കി വേവിച്ചതാണോ ഇല്ലാത്തതാണോ അത് പഞ്ചാമൃതമായിട്ട് കഴിക്കുന്നത്. വീട്ടിലെ കഴിക്കാത്തവരുമുണ്ട്, പഞ്ചാമൃതമായിട്ട് കഴിക്കുന്നുണ്ട്. അവർക്കാണ് വലിയ വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. നാട്ടിൻപുറത്തെ ഈ ആഹാരവും പഴയ കാലത്തെ നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ആഹാരവും കഴിച്ചാൽ അതിന് യാതൊരു തകരാറും ഒരു സൈഡ് എഫക്റ്റും നമുക്ക് ഇല്ല. എന്തുകൊണ്ടാണ്? നാട്ടിൻപുറത്തെ നമ്മളുടെ ഈ നല്ല ആഹാരങ്ങളാണ് അല്ലേ. ആഹാരത്തിൻ്റെ സ്വാദ് അറിയാവുന്നവർക്ക് അറിയാം. അതിൽ പഴയ ആൾക്കാർക്കൊക്കെ നോക്കി ഒരു 65 വയസ്സുള്ളവർക്കാണെങ്കിലും 70 വയസ്സുള്ളവർക്കാണെങ്കിലും കാതിനും ഒരു കുഴപ്പമില്ലാതെ കണ്ണിനും കുഴപ്പമില്ലാതെ അവർ നല്ലതായിട്ട് ചെറിയ അക്ഷരം പോലും വായിക്കുന്നത് എന്തുകൊണ്ട്? ഈ ആഹാര രീതിയാണ് അല്ലേ, ആഹാര ശൈലിയാണ് നമുക്ക് ഉള്ളത്. അങ്ങനെ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് ഒരു അസുഖത്തിൽ നിന്നും പിന്മാറാവുന്നതാണ് അല്ലേ. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ തോരൻ ഒരുമാതിരിയൊക്കെ റെഡിയായി വരുന്നു. നല്ലൊരു ഉലുവായുടെ മണമൊക്കെ ഉണ്ട്, സ്മെല്ല്. അത് ഇത് നമ്മൾ കിളിപ്പിച്ചെടുത്തുകൊണ്ട് ആ കിളിപ്പിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണുള്ളത്. ആ കിളിപ്പ് ഇങ്ങനത്തൊക്കെ അധികം വേവിക്കാതെ തന്നെ എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ കാബേജ്, തൈറോയിഡിൻ്റെ പ്രശ്നമൊന്നും ആർക്കും ഇല്ല എങ്കിൽ കാബേജ് തോരൻ വെക്കാൻ അധികം വേവിക്കരുത്. ഇതൊക്കെ ഈ പച്ചക്കറികളൊക്കെ അധികം വേവിക്കാതെ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ തോരനെ ഒന്ന് പരീക്ഷിക്കണം, ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും 2 ലൈൻ പാട്ട് അത്യാവശ്യം എഴുതിയിടണം. പാട്ടിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവളാണ് ഞാൻ. അങ്ങനെ പാട്ടിനെ ഇഷ്ടമാണ്, നല്ലതായിട്ട് പാട്ട് പാടുന്നവരെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടപ്പെടുന്ന. അപ്പം പാട്ട് കമൻസിൽ തീർച്ചയായിട്ടും ഇടുക. അടുത്തത് നമുക്ക് ഒരു ബ്യൂട്ടീഷ്യൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. ഒരു ബ്യൂട്ടി ക്ലിനിക്കിൽ എന്തൊക്കെയാണ് നാച്ചുറൽ ബ്യൂട്ടിക്ക് നമ്മളെപ്പോഴും കിച്ചണിൽ കിടന്നലയുന്ന
അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ബ്യൂട്ടി ടിപ്സ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ തോരന് എല്ലാവരും ഒന്ന് വെച്ചിട്ട് എനിക്ക് റിപ്ലൈ അയയ്ക്കുക, അതായത് കമൻസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ബട്ടണിൽ അമർത്തുക. ഓക്കെ, നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞാൻ ഓരോ നല്ല നല്ല ഡിഷുകൾ ഇടുന്നത്. അപ്പം നമ്മുടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇനി ഏതാണ് ഒരു പാട്ട് പാടുന്നത് എനിക്കറിയത്തില്ല, എങ്കിലും മനസ്സിലൊരു പാട്ട് വന്ന് പാടാം. പൂവുകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വെളിക്കാലം, നക്ഷത്രത്തിരി കൊളുത്തും നിലാവിൻ്റെ പൊയ്കയിൽ നിശ്ചയത്താമ്പൂലക്കാലം. പൂവുകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വെളിക്കാലം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു പാചകം നിർത്തിയിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം കാണാം. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും മുന്നോട്ടാണ്. ഓക്കെ, ബൈ ബൈ.